ലഹരിയെ പ്രതിരോധിക്കാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ജനകീയ സദസ്സ് സംഘടിപ്പിച്ച് ചേളാരി ഒരുമ റെസിഡൻസ് അസോസിയേഷൻ. നാട്ടിൽ മഹാവിപത്തായി മാറിയ ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ താഴെ ചേളാരി ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനകീയ ലഹരി ബോധവൽക്കരണ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതിക്ക് രൂപം നൽകാൻ കൺവെൻഷനിൽ തീരുമാനിച്ചു. ചേളാരിയും കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസും ലഹരി മാഫിയ സംഘത്തിന്റെ ഹബ്ബായി മാറിയതായി കഴിഞ്ഞ ദിവസം എക്സൈസ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുകയും ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ നാട്ടുകാരുടെ സഹകരണം ആവശ്യമാണെന്ന് ഉദ്യോഗസ്ഥർ പ്രസ്താവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ചേളാരിയിൽ ഒരുമ റെസിഡൻസ് അസോസിയേഷൻ പരിധിയെ പൂർണ്ണമായും ലഹരി മുക്തമാക്കാൻ കർശന നടപടി സ്വീകരിക്കാനാണ് അസോസിയേഷന്റെ തീരുമാനം. ഇതിനായി വിപുലമായ രീതിയിലുള്ള ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതിക്ക് രൂപം നൽകും. തുടർന്ന് സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗക്കാരെയും ലഹരി വിൽപ്പന കേന്ദ്രങ്ങളും കണ്ടെത്തി പോലീസിന്റെയും എക്സൈസ് വിഭാഗത്തിന്റെയും സഹായത്തോടെ ലഹരി സംഘത്തെ പിടികൂടാനും ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാനുമാണ് തീരുമാനം. ഇത്തരം ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ചേളാരിയിലെ ചില സ്ഥാപനങ്ങളിലെത്തി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശക്തമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചേളാരി AUP സ്കൂളിൽ വെച്ച് ചേർന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ കൺവെൻഷൻ മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അച്ചാട്ടിൽ ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് ആളുകൾ ഈ ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളായി മാറുകയാണ്. ഇതിനെതിരെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഏറ്റവും താഴെ തട്ടിൽ നിന്ന്, അതായത് നിങ്ങൾ ഈ ചെയ്ത പ്രവർത്തനം, പോലീസിന് പരിമിതികളുണ്ട്, എക്സൈസിന് പരിമിതികളുണ്ട്, ഗവൺമെന്റിന് പരിമിതികളുണ്ട്, മൂന്നിയൂർ പഞ്ചായത്തിനും പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതികളെയൊക്കെ മറികടക്കാൻ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കഴിയുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ പാൻ പരാഗിന്റെ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു ക്യാബിൻ ചേളാരി അങ്ങാടിയിലുണ്ട്. അവിടെ പാൻ പരാഗ് വെറ്റില സാധനമാണ് വിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അറിഞ്ഞിടത്തോളം അവിടെ പല സാധനങ്ങളും അവിടെ സാധാരണക്കാർക്ക് കൈമാറുന്ന ഒരു സ്ഥാപനമായിട്ടാണുള്ളത്. അങ്ങനെയുള്ള മേഖലയിലൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധ കൊണ്ടുവരേണ്ടത് റെസിഡൻഷ്യൽ അസോസിയേഷന്റെയും ഈ ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ക്ലബുകളുടെയും. അങ്ങനെയുള്ള നമ്മൾ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നാൽ ഈ ഏറ്റവും വലിയ വിപത്തിനെ ചെറുത്തു നിൽക്കാൻ നമുക്ക് കഴിയും. ഒരു സംഘടിത ശക്തി, ജനകീയ മുന്നേറ്റം. കേരളത്തിന് ഒരുപാട് മാതൃകകളുണ്ട്. കേരളത്തിലെ സാക്ഷരതയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് അഭിമാനമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എങ്ങനെയാണ് കേരളം 100% സാക്ഷരത കൈവരിച്ചത്? ഗ്രാമാന്തരങ്ങളിൽ വീടുകളിൽ നിന്നുകൊണ്ട് പഠിതാക്കളെ കണ്ടെത്തിയ പഠിതാക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ വിദ്യാർത്ഥികൾ, അങ്ങനെ ഓരോ മേഖലയിലും ഓരോ വാർഡുകളിലും നിരവധി അക്ഷര പഠന കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് ആ കേന്ദ്രങ്ങളിലൂടെ നമ്മുടെ ആളുകൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകി. അക്ഷരമെഴുതാൻ അറിയാത്ത ആളുകളെ അക്ഷരമെഴുതാൻ നമ്മൾ പഠിപ്പിച്ചു. അങ്ങനെ സാക്ഷരതാ രംഗത്ത് ഏറ്റവും വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുള്ള കേരള സംസ്ഥാനത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ നിന്നാണ് ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയ പോരാട്ടം നമ്മൾ ആരംഭിക്കേണ്ടത്. അവിടെ നമ്മൾ സ്വരൂപിക്കുന്ന ഇങ്ങനെയുള്ള നാട്ടുകൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ചെറിയ വിജിലൻസ് ടീം, 5-6 യുവാക്കൾ അതിന്റെ ഒരു സന്നദ്ധരായി അവർ വരികയും അവര് രാത്രിയുടെ മറവിൽ ഇതിന്റെ പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്, പകലിന്റെ വെളിച്ചത്തിൽ നടത്തുന്ന ആളുകളുണ്ട്, ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ഇത് വിതരണം ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ട അവരെ കണ്ടെത്തുകയും അധികാരികളുണ്ടല്ലോ ആ അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും വേണം. നിങ്ങൾക്ക് സ്വകാര്യമായ മൊബൈൽ നമ്പറുകളുണ്ട് ഇവർക്ക്. നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ ഒരിക്കലും അത് പുറത്തു പോകില്ല. അങ്ങനെ ഭയപ്പെട്ട് നമ്മൾ പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നോട്ട് പോയാൽ തന്നെ നമുക്ക് നഷ്ടമാകുന്നത് എന്താ? നമ്മുടെ നാട് ഏറ്റവും വലിയ ഒരു ആപത്തിലേക്ക് കടന്നു കയറുന്നു എന്ന രീതിയിലേക്കാണ് നമ്മൾ അധപതിച്ചുകൊണ്ടിരിക്കുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷനായി. പരപ്പനങ്ങാടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ KT ഷനോജ് മുഖ്യപ്രഭാഷണം നടത്തി.
ഈ പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയാതെ വയ്യ, നിയമത്തിൻ്റെ അപര്യാപ്ത, നിയമത്തിൻ്റെ ലൂപ്പ് പോയിന്റ് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതെല്ലാവർക്കും ക്രിമിനൽസ് നമുക്കേ അറിയാത്തുള്ളൂ ഇതെന്താണ്, പിന്നെ ഇതെങ്ങനെ നിയമം കർക്കശമാണോ ഇല്ലേ എന്നുള്ളത് നമുക്കേ അറിയാത്തുള്ളൂ. ഇപ്പോൾ NDPS ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേന്ദ്ര നിയമമാണ്. ഇന്ത്യയിൽ ഒട്ടുക്കൊരു ഇതാണ്. ഇപ്പോൾ കഞ്ചാവ് MDA പോലുള്ളതാണ് NDPS ആക്ട്. ഈ ആക്ട് ഒരു കേന്ദ്ര നിയമമാണ്, ഇന്ത്യയിൽ ഒട്ടുക്കുള്ളൊരു നിയമമാണ്. ആ നിയമം കൊണ്ടാണ് നമ്മൾ ആ നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കഞ്ചാവ് പോലുള്ള നാച്ചുറൽ ലഹരി നമ്മൾക്ക് ഒരു പരിധി വരെ നമുക്ക് റിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ചെറിയ ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിമാൻഡ് ചെയ്യാൻ പറ്റില്ല. അവർ 2 ആൾ ജാമ്യത്തിൽ ഇറങ്ങിപ്പോകും. നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ നമ്മൾ പിടിച്ചു കൊടുത്തിട്ട് അവനെ വെറുതെ വിട്ടില്ല, ഇവർ വിട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് നിയമം അങ്ങനെയാണ്. ഇപ്പം ഞങ്ങളൊരു അവിടെ ഹാബിച്വൽ ഒഫൻഡർ ഉണ്ട്, ഒരു ചങ്ങാതി. അവന് പിടിച്ച 9 കേസാണ് അവന് എതിരെയുള്ളത്. 9 കേസിൽ പിടിക്കപ്പെട്ട ഒരു പ്രതിയെ 10ാമത് ഞാൻ വന്നിട്ട് അവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ട് 3 ദിവസം ഞങ്ങൾ സെല്ലിൽ കിടന്നു. 3 ദിവസം പരപ്പനങ്ങാടി കോടതിയിൽ മജിസ്ട്രേറ്റ് ലീവായതുകൊണ്ട് മലപ്പുറം കൊണ്ടുപോയപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞു, നിങ്ങൾ നാളെ പരപ്പനങ്ങാടി മജിസ്ട്രേറ്റ് വരും, അങ്ങോട്ട് തന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. 3ാമത്തെ ദിവസം അവന് ജാമ്യക്കാർ വന്നിട്ടും ഞാൻ ജാമ്യം കൊടുത്തില്ല. 2 ആൾ ജാമ്യത്തിൽ വന്നിട്ടും ജാമ്യം തരുന്നില്ല എന്ന് പറഞ്ഞു. കൊടുക്കണം എന്നുള്ളതാണ് ഇത്. പക്ഷേ അവൻ ഹാബിറ്റ് ഓഫൻഡർ ആയതുകൊണ്ട് കൊടുത്തില്ല. 9 കേസിലുണ്ട് ഞാൻ കൊടുത്തില്ല. ഈ 9 കേസും എല്ലാം വെച്ച് കൊടുത്തു. ഒക്കെ ചെറിയ ക്വാണ്ടിറ്റിയുള്ള കേസുകളാണ്, കുറഞ്ഞ കഞ്ചാവ് കേസുകളാണ്. ഈ 9 കേസും വെച്ച് മജിസ്ട്രേറ്റ് വലിയ റിപ്പോർട്ടും കൊടുത്ത് കഴിഞ്ഞ് മജിസ്ട്രേറ്റ് സ്വന്തം ജാമ്യത്തിൽ വിട്ടു. അവിടെ 3 ദിവസം ഞാനിവിടെ അവന് തീറ്റിപ്പോറ്റി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കൊടുത്തപ്പോൾ, കാരണം നിയമം അതാണ്. അപ്പം അതിൻ്റെ പരിമിതി, ആ ഒരു പരിമിതി കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ചെയ്യേണ്ട പരിമിതി അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഒരു ചെറിയ ക്വാണ്ടിറ്റി കഞ്ചാവ് വിൽപ്പനക്കാരന് ഒരിക്കലും റിമാൻഡ് ചെയ്യാൻ കഴിയില്ല. അതേസമയം അവനെ തടയാൻ നാട്ടുകാർ വിചാരിച്ചാൽ അവൻ്റെ കച്ചവടം നിർത്താൻ പറ്റും. എൻ്റെ ഇവിടെ വാർഡിൽ അല്ലെങ്കിൽ എൻ്റെ ഗ്രാമപ്രദേശം, എൻ്റെ റെസിഡൻസ് അസോസിയേഷനിൽ ഇത് നടക്കില്ല എന്ന് ഒരു കൂട്ടം യുവാക്കളോ ആൾക്കാരോ വിചാരിച്ചാൽ തടയാൻ സാധിക്കും. ആ ഒരു തീരുമാനം ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള തീരുമാനം നമ്മളെടുത്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലെ ഒറ്റപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതിൽ നമ്മുടെ സംഘാടകർ പറഞ്ഞു, മതമേലധ്യക്ഷന്മാരും ആരുണ്ട്. നമ്മൾ ഈ മതമേലധ്യക്ഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇടവക ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ മഹല്ല് കമ്മിറ്റി ആയിക്കോട്ടെ, അമ്പല കമ്മിറ്റി ആയിക്കോട്ടെ, ഇത്തരം ആൾക്കാരുമായിട്ടുള്ള സഹവാസം അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട നിക്കാഹ് പോലുള്ള കാര്യങ്ങളോ മറ്റു കർമ്മങ്ങളോ യാതൊന്നും അവർ സഹകരിപ്പിക്കില്ല എന്നുള്ള തീരുമാനം എടുക്കണം. നമ്മുടെ ഭീമാപള്ളിയിൽ അങ്ങനെ ഒരു മഹല്ല് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു. സഹകരിക്കില്ല എന്ന് തീരുമാനം എടുക്കണം. മഹല്ലിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. ഇടവകയിൽ നിന്ന് അവനുമായിട്ട് യാതൊരു ഇതില്ലാന്ന് തീരുമാനം. അങ്ങനെ നാട്ടിൽ സംഘടിപ്പിക്കുക മാത്രമേ നമുക്ക് ഒരു പരിധി തടയാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ തരുന്ന ഇൻഫർമേഷൻ, ഞങ്ങൾ ഇൻഫർമേഷൻ തരും, ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തരും, ഞങ്ങളത് വരും, ഞങ്ങൾ കേസെടുക്കും. കേസെടുത്ത് കഴിഞ്ഞാൽ ഇത്തരം ഇത് വെച്ചിട്ട് ചിലപ്പോൾ അവന് ജാമ്യത്തിന് വിടേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരും. ഇതിങ്ങനെ ഒരു ചക്രം പോലെ നടക്കും. നമ്മളെ കുട്ടികളെ അകപ്പെടും. ഒരു തവണ MDMA ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2ാമത് ഉപയോഗിക്കാൻ ടെൻഡൻസി ഉണ്ടാവും. നിർബന്ധമായിട്ടുണ്ടാകുന്നൊരു സംഭവം. അത്രയും വല്ല സിന്തറ്റിക് ഡ്രഗാണത്. ഒരു തവണ നമ്മൾ കുട്ടികളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് മതി. അപ്പം അതുണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാനേ വേണം. കൂടുതൽ പറഞ്ഞ് നിങ്ങളിതാക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഇതുണ്ടെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുണ്ടാവും. വൈഡായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞതിൻ്റെ ആവർത്തിച്ച ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. കാരണം കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വള്ളിക്കുന്ന് MLA അവിടെ നിയോജകമണ്ഡലത്തിൽ നമ്മളിപ്പോൾ വലിയൊരു കൺവെൻഷൻ നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ ചേളാരി ആയതുകൊണ്ട് വേറെ കാര്യം പറയാതെ വയ്യ. ഈ ചേളാരി ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ക്രയവിക്രയവും ഇതും നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്രൈം ഞങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ഈ ഹൈവേൻ്റെ പണിയായതുകൊണ്ട് അവർക്ക് അത് ഹൈഡ് ചെയ്യുന്നതിനും പെട്ടെന്ന് പോകുന്നതിനൊക്കെ പറ്റുന്നൊരു ഹബ്ബായിട്ട് മാറുകയാണ് ഈ ചേളാരി ഇപ്പോൾ പണി. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് ഇത് തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഏത് സമയത്ത് പോയാലും അഭിജയ ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിലും നിറയെ. ഈ 2 മേഖലയും നമ്മളെ ഈ പരപ്പനങ്ങാടിയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജംഷീന, രമണി, തിരുരങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ KK ബിജു, അസോസിയേഷൻ സെക്രട്ടറി രവീന്ദ്രൻ ചേളാരി, സ്കൂൾ PTA പ്രസിഡന്റ് ഫൈസൽ,
പ്രധാനാധ്യാപിക നാജിയ ടീച്ചർ, വിശ്വൻ മാസ്റ്റർ, കെ നാസർ ചേളാരി, മുഹമ്മദ് കുട്ടി, അബൂബക്കർ, ലത്തീഫ്, മിസ്ബാഹി, അഷ്റഫ് വെങ്ങശ്ശേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് പ്രഭാതം, ചേളാരി.